തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഇന്ന് വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. തിരുച്ചിറപ്പള്ളി NITയിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ രമ്യയെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വസതിയിലെത്തി ആദരിച്ചു. ചൂലൂർ ALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കരുണയുടെയും സന്ദേശം നൽകുന്ന ഉണ്ണിയേശുവിൻ്റെ പിറവി ദിനം പ്രത്യാശയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ഉത്സവമായാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും കരോളുമായി വിശ്വാസികൾ തിരുപ്പിറവി ദിനം ആഘോഷമാക്കി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിബിൻ വാഴപ്പള്ളി സഹകാർമ്മികനായിരുന്നു. ഡീക്കൻ ആൽജിൻ പള്ളിവാതിക്കൽ ക്രിസ്തുമസ് ദിന സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ക്രിസ്തുമസ് ആഘോഷത്തോടൊപ്പം നവവത്സരത്തെയും വരവേൽക്കാൻ ലോകമെങ്ങും ആരവങ്ങൾ ഉയരുമ്പോൾ നിശബ്ദത തളംകെട്ടി നിൽക്കുന്ന ഇടങ്ങളാണ് ആശുപത്രി വാർഡുകൾ, പ്രത്യേകിച്ചും ക്യാൻസർ വാർഡുകൾ. എന്നാൽ അവരെയും ചേർത്ത് പിടിക്കാനും സ്നേഹത്തോടെ അല്പം മധുരവും സമ്മാനവും നൽകുവാനും കാരുണ്യവർഷം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ എറണാകുളം ജനറൽ ആശുപത്രി ക്യാൻസർ വാർഡിലെത്തി. രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സമ്മാനങ്ങൾ കൈമാറി. അവശതകൾക്കിടയിൽ ലഭിച്ച കേക്കും സമ്മാനപ്പൊതിയും അവർക്ക് സന്തോഷാനുഭൂതിയേകി. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. കൂടപ്പുഴ അജന്ത ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ചാലക്കുടി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. യോഗം തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ മുഖ്യാതിഥിയായി. സെക്രട്ടറി സുധി കലാഭവൻ, അജന്ത ക്ലബ് പ്രസിഡന്റ് മധു ചിറയ്ക്കൽ, ഗായകൻ സുധീഷ് ചാലക്കുടി, പ്രദീപ് പൂലാനി, അഖിലേഷ് രുദ്ര, അപർണ രവി തുടങ്ങിയവർ സംസാരിച്ചു. മാള ബിലീവേഴ്സ് NCH മെഡിസിറ്റിയിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി 80 അടി ഉയരമുള്ള ഭീമൻ പപ്പാനിയെ ഒരുക്കി. മാനേജ്മെന്റും സ്റ്റാഫും ചേർന്നാണ് പപ്പാനിയെ നിർമ്മിച്ചത്. കൊച്ചിൻ കാർണിവലിൽ പുതുവത്സരത്തിൽ പപ്പാനിയെ കത്തിക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. തിരുച്ചിറപ്പള്ളി NITയിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ രമ്യയെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു വസതിയിലെത്തി ആദരിച്ചു. ഇരിങ്ങാലക്കുട കാർളം വെള്ളാനി സ്വദേശിനി ഊരാളത്ത് ധനവർദ്ധനൻ രതി ദമ്പതികളുടെ മകളാണ് UD രമ്യ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് MSc ഫിസിക്സിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ രമ്യ ഇപ്പോൾ തിരുച്ചിറപ്പള്ളി NITയിൽ നിന്ന് ഫിസിക്സിൽ PhD നേടി. നിലവിൽ കൽപ്പകം ഇന്ദിരാഗാന്ധി ആറ്റോമിക് റിസർച്ച് സെൻ്ററിൽ റിസർച്ച് അസോസിയേറ്റായി ജോലി ചെയ്യുകയാണ്. വാർഡ് മെമ്പർ ജ്യോതി പ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ഹരിദാസ് പട്ടത്ത, വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ദീപക്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയപ്രകാശ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആല ചേറ്റുവ മണപ്പുറത്തിൻ്റെ മഹനീയ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന തീരോത്സവത്തിന് കൊടിയേറി. ബീച്ച് ഫെസ്റ്റിവലിൻ്റെ കൊടിയേറ്റം അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ നിർവഹിച്ചു. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ജനറൽ കോർഡിനേറ്റർ PS ഷജിത്ത്, വർക്കിംഗ് ചെയർമാൻമാരായ ഷിബു നെടിയിരിപ്പിൽ, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, KV രാജൻ, PS നിമോദ്, രക്ഷാധികാരികളായ KV മോഹനൻ, ബീദീഹരൻ നെടിയിരിപ്പിൽ, അതുല്യ ഘോഷ്, PA രാംദാസ്, പ്രില്ലോ സുധി, സുപ്രിയ ഷിബു, റാണി ചിദംബരൻ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം ബീച്ചിൽ നിന്ന് ആരംഭിച്ച വാഹന വിളംബര ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയി കഴിമ്പ്രം ബീച്ച് സെൻറ്ററിലെത്തി. ബാൻഡ് മേളത്തിൻ്റെയും പെരിഞ്ഞനം RM PHS സ്കൂളിലെ NCC കേഡറ്റുകളുടെ മകമ്പടിയോടെയാണ് ഫെസ്റ്റിവൽ നഗരിയിൽ എത്തിച്ചേർന്നത്. ഇനി നാട്ടിൽ നടന്നത്.
ചൂലൂർ ALP സ്കൂളിന് 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. 100 വർഷം മുമ്പ് മാമൻ അവറുകൾക്കുണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി വന്ന ശങ്കുണ്ണി മാസ്റ്ററും ബാലൻ മാസ്റ്ററും വിജയൻ മാസ്റ്ററും ഒക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറച്ചുകൂടി സുരക്ഷിതമാക്കാനും തുടർന്നു കൊണ്ടുപോകാനും കാലോചിതമായ ചില മാറ്റങ്ങൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ വളർത്താനും കഴിഞ്ഞു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ മാനേജറായിരിക്കുന്ന സാവിത്രി ടീച്ചർ, ഞാൻ ചോദിച്ചു ആരോഗ്യക്കണ്ണെന്ന് കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത്. സാവിത്രി ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഇവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ദീർഘവീക്ഷണം. അതിന് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസപരമായി നമ്മളൊക്കെ മുന്നിലാണ്. നമുക്കിന്ന് അഭിമാനിക്കാം. കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിന് ലോകത്തിൻ്റെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒട്ടേറെ പ്രത്യേകതകൾ. സ്കൂൾ മാനേജർ സാവിത്രി വിജയൻ ബദ്രദീപം തെളിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KA കൊച്ചുമോൻ അധ്യക്ഷനായി. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. സിനിമാ താരം സിജി പ്രദീപ്, എഴുത്തുകാരൻ ഷെരീഫ് ഇബ്രാഹിം, പ്രധാന അധ്യാപിക KC സ്വപ്ന, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, വാർഡ് മെമ്പർ AV ഗിരിജ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ TK പ്രകാശൻ, മാനേജ്മെന്റ് പ്രതിനിധി EV ഹരിലാൽ, PTA പ്രസിഡന്റ് ശ്രീപ്രിയ, സ്കൂൾ ലീഡർ TM ആദിദേവ്, KB അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മാള കുന്നത്തുകാട് വിജ്ഞാനവാടി, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ സബ് ഹെൽത്ത് സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ്, RBSK സ്ക്രീനിംഗ്, HB സ്ക്രീനിംഗ്, കൈകഴുകൽ പരിശീലനം എന്നിവ നടത്തി. മാള K കരുണാകരൻ സ്മാരക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സുമേഷ് ബാബു ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ സബ് ഹെൽത്ത് സെന്റർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് മായ P ചെല്ലപ്പൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CK ഷിബു, അൻസ ലൗലി വർഗീസ്, നഴ്സ് അഞ്ജൽ ജീവ, ആശമാരായ ഷീല വിജയൻ, ഷീജ മണിക്കുട്ടൻ എന്നിവർ പരിശീലനം നൽകി. വിജ്ഞാനവാടി കോർഡിനേറ്റർ രാജേശ്വരി നേതൃത്വം നൽകി. കുഴൂർ പാറപ്പുറം പോളക്കുളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നക്ഷത്ര തടാകം വിനോദ സാംസ്കാരിക പരിപാടിക്ക് തുടക്കമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നക്ഷത്ര തടാകം ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. ഏറെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഷ നമ്മളെ പഠിപ്പിച്ച യേശുദേവൻ്റെ വചനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നാളെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും സമൂഹത്തിൻ്റെ മനസ്സും എല്ലാ മനുഷ്യരുടെയും മനസ്സൊന്നായി തീരണേ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും നമുക്കൊന്നായിട്ട് മാറ്റാൻ നമുക്ക് കഴിയണം. പോളക്കുളം കൂട്ടായ്മ പ്രസിഡന്റ് PT സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സിച്ചോൺ നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, കുരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പ്രിൻസ് സെന്റ് ജോസ് KP വിൽസൺ കണ്ടംകുളത്തി, TS പുഷ്പൻ, MG ദീപൻ, PK അലി, വർഗീസ് മുക്കണിക്കൽ എന്നിവർ സംസാരിച്ചു. വർണ്ണ നക്ഷത്രങ്ങൾ, സ്റ്റേജ് ഷോകൾ, സാംസ്കാരിക സായാഹ്നം, ഫുഡ് കൗണ്ടർ, സെൽഫി കോർണർ എന്നിവയാണ് ഡിസംബർ 31 വരെയുള്ള പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. മാള വടമ പതിയാരി ഭഗവതി ക്ഷേത്രത്തിലെ 10ാമത് മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കലശാഭിഷേകം, കാഴ്ചശീവേലി, താലം വരവ്, ദീപാരാധന, കളം പൂജ, തായമ്പക, വിവിധ ക്ഷേത്രകലകൾ എന്നിവ നടന്നു.
കോണത്തുകുന്ന് മനക്കലപ്പടി ആനയ്ക്കൽ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ 10ാം ഉദയ മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, നാഗപൂജ, കാവടിയാട്ടം, പ്രസാദൂട്ട്, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, ശിങ്കാരിമേളം എന്നിവ നടന്നു. ക്ഷേത്രം ചടങ്ങുകൾക്ക് നഗരമണ്ണ തന്ത്രി ത്രിവിക്രമൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഇന്ന് വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. തിരുച്ചിറപ്പള്ളി NITയിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ രമ്യയെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു വസതിയിലെത്തി ആദരിച്ചു. ചൂലൂർ ALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.